ഹലോ മക്കളെ, വെൽക്കം ടു സക്സസ് അക്കാഡമി കൊച്ചി. ഞാൻ വിഷ്ണു. അറിയാമല്ലോ, NTPCയുടെ എക്സാംസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം സ്റ്റാർട്ട് ചെയ്യാണ്. അടുത്ത ദിവസങ്ങളായിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യും. എത്ര പേർക്ക് ഡേറ്റ് വന്നു? പറ, പഠിത്തമൊക്കെ എങ്ങനെ പോകണു? അടിപൊളിയല്ലേ? അതുപോലെ തന്നെ പുഴ നിവർത്തിയാണെങ്കിൽ ഈ കൊല്ലം തന്നെ നിനക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. സക്സസ് അക്കാഡമി കൊച്ചി ഇത്തവണ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്, നമ്മുടെ ഈ കൊല്ലത്തെ RRB NTPC 2025 വേണ്ടിയിട്ട് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്ന മക്കളെ, നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കി പോവാം. അതൊന്ന് പഠിത്തം വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരൊക്കെ ഒന്നുകൂടെ ബ്രഷപ്പ് ആവട്ടെ. അല്ലെങ്കിൽ അറിയാത്ത കുറച്ച് മെത്തേഡുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം അതൊന്ന് പഠിച്ചു കൂടെ പോവാം. ഓക്കെ ആണല്ലോ? സ്റ്റാർട്ട് ചെയ്യാമല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, taxonic commodity is reduced by 20% and its consumption is increased by 15%. What is the effect on tax revenue? നമുക്കറിയാം, നമ്മുടെ പ്രൈസ്, കൺസംഷൻ, എക്സ്പെൻഡിച്ചർ പെർസെൻറ്റേജിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയടാ, ഒരു വസ്തുവിൻ്റെ ടാക്സ് ഉണ്ടായിരുന്നു, ടാക്സും അത് എത്രത്തോളം വാങ്ങിക്കുന്നു അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കുമല്ലോ എൻ്റെ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ വില ഇൻറ്റു അത് ഞാൻ എത്ര വാങ്ങുന്നു, അതല്ലേ അതിൻ്റെ ചിലവ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സെയിം കഥ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അതായത് നോക്കിയതാ, 20% റെഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5:4 ആയിരിക്കുമല്ലോ. ഓക്കെ, റെഡ്യൂസ് ആണ്. രണ്ടാമത്തത് 15% ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20:23 അല്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിലും കുഴപ്പമില്ല. 5 × 20 100 എന്ന് വരും. 4 × 23 92 എന്ന് വരും. ഡിക്രീസ് അല്ലേ? എത്ര ഡിക്രീസ് ചെയ്തു? 8% ഡിക്രീസ് ചെയ്തു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് ദ റേഡിയസ് ഓഫ് എ സ്ഫിയർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%, ബൈ വാട്ട് പെർസെൻറ്റേജ് ദെൻ ദ ന്യൂ വോളിയം വിൽ ബിക്കം ഓഫ് ദ ഒറിജിനൽ വോളിയം? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഫിയർ ഉണ്ടായിരുന്നു, ഗോളം അറിയാമല്ലോ. ഒരു സ്ഫിയർ ഉണ്ടായിരുന്നു, സ്ഫിയറിൻ്റെ റേഡിയസ് 20% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒറിജിനലിൻ്റെ എത്ര ശതമാനമാണ് പുതിയ സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയണത്? ഓക്കെ, നോക്കിയടാ, ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് ഒരു ഫോർമുലയും ഒരു ലോജിക്കും ആവശ്യമുണ്ട്. ഫോർമുല എല്ലാവർക്കും അറിയാവുന്നത് എന്താ? നമ്മുടെ സ്ഫിയറിൻ്റെ വോളിയം എന്താ? 4/3 πr³ ആണല്ലോ. ഞാൻ ഒന്നാമത്തെ സ്ഫിയർ ആണെങ്കിലും ഈ റേഡിയസ് കൂടിയുള്ള സ്ഫിയർ ആണെങ്കിലും രണ്ട് സ്ഥലത്ത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരേ ഫോർമുലയാണല്ലോ. അതായത് 4/3 π എന്ന് പറയുന്ന ആളുടെ ആവശ്യമേ എനിക്കില്ല എന്ന്. കാരണം എന്താ? കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് ഈ പറയുന്ന രണ്ട് വാല്യൂസിൻ്റെയും റേഷ്യോ മതിയല്ലോ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആദ്യത്തെ സ്ഫിയർ 1 എന്നും സ്ഫിയർ 2 എന്നും എടുക്കുകയാണ്. ഓക്കെ, ആദ്യത്തെ സ്ഫിയറിൻ്റെ റേഡിയസ് ഞാൻ 5 യൂണിറ്റ് ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തത് 6 യൂണിറ്റ് ആയിരിക്കുമല്ലോ. ഓക്കെ, നമുക്ക് R³ വേണ്ടത്. അതായത് 5³ 6³ 5³ എത്ര? 125 ആണ് സാർ. 6³ എത്ര? 216 ആണ് സാർ. ഓക്കെ, ഇവന്മാരെ തമ്മിലുള്ള അതായത് 216 125ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പോരട്ടെ, 216 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 100. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 25 വെച്ച് കട്ട് ചെയ്യാമല്ലോ. താഴെ 5 പ്രാവശ്യം, മുകളിൽ 4 പ്രാവശ്യം. 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 864 എന്ന് വരും. ഇവനെ 5 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 17 മതി. ആൻസർ കിട്ടി, 172.8. ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്. നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഓപ്ഷൻസ് വേറെ വേറെ നമ്പേഴ്സ് ആണെങ്കിൽ പിന്നെ ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള മക്കളെ. ഇടയിൽ നമുക്ക് നമ്മുടെ യൂണിറ്റ് ഡീറ്റ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. എനിക്കിവിടെ യൂണിറ്റ് ഡീറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഇവിടെയും 0.8 ഇവിടെയും 0.8. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു സംഭവം, ഈ ഓപ്ഷൻസ് കണ്ടപ്പോൾ തന്നെ മേ ബി ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതെന്താ സംഭവം. നോക്കി, ഇതിനകത്ത് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഇവിടുത്തെ ഡിഫറൻസ് ഉണ്ടല്ലോ. അതായത് 91 യൂണിറ്റ്സ്. 91 യൂണിറ്റ്സ് ബൈ 125 ഇൻറ്റു
100 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നവനാണ് എനിക്ക് ഈ 72.8. ചെറിയ ഒരു വാക്കിന് ഡിഫറൻസ് കാരണം ആൻസർ മാറുകയും ചെയ്യും. ആ മാറുന്നുള്ള സംഭവം നമ്മുടെ എക്സാമിനേഴ്സിന് അറിയുകയും ചെയ്യൂടാ. ശ്രദ്ധിക്കുക കേട്ടോ, ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഓരോ ക്വസ്റ്റിനും വായിച്ച് നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ മതി, സാധനം കയ്യിലിരിക്കുമെന്നേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Triveni's salary was first decreased by 16% and subsequently increased by 25%. The net percentage change in her salary. Okay. ത്രിവേണിയുടെ സാലറി ആദ്യം 16% ഇൻക്രീസ് ചെയ്തു, 16% സോറി ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25:4 ആയിരിക്കുമല്ലോ. ഓക്കെ, അതിനുശേഷം 25% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:5 അല്ല മക്കളെ? ഓക്കെ, ആദ്യം 5 വെച്ച് 5 കട്ട് ചെയ്യാം. 5 × 4 20, 20:21 എന്ന് കിട്ടും. എത്ര കൂടി? 1 യൂണിറ്റ് കൂടി. എത്രയെന്ന്? 20 1/20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% കൂടിയേക്കല്ലേ? 20:21 ഇൻക്രീസ് ചെയ്തേക്കല്ലേ? അതുകൊണ്ട് ഇൻക്രീസ് ശ്രദ്ധിച്ച് ചെയ്യാം. 20:21 5%. ഓക്കെ, ആൻസർ കിട്ടി. പക്ഷേ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് അറിഞ്ഞില്ലെങ്കിലോ പോയേ തീർന്നേ. ശ്രദ്ധിച്ച് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം മക്കളെ. Aravind spends 75% of his income. His income is increased by 20% and he increased his expenditure by 10%. His savings are increased by. അരവിന്ദ് എന്താ അവൻ്റെ ഇൻകം, അതായത് അരവിന്ദ് ഓൾറെഡി അവൻ എത്ര ഇൻകം ഉണ്ടോ അതിൻ്റെ 75% സ്പെൻഡ് ചെയ്യുമായിരുന്നു, ചിലവാക്കുമായിരുന്നു. ഓക്കെ ആണോ? അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? അവൻ്റെ ഇൻകം 20% കൂടി. അതുപോലെ തന്നെ അവൻ്റെ എക്സ്പെൻഡിച്ചറും 20% കൂടി. ഓക്കെ, മേ ബി ഇത് ചെയ്ത് ശീലമുള്ള ആൾക്കാരുണ്ടാവാം നമ്മുടെ കൂട്ടത്തിൽ. ഈ മെത്തേഡ് അറിയുമോ നോക്കണേ? അതായത് 75% ആണല്ലോ, 75% ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 75% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ഫ്രാക്ഷൻ എന്താ? 3/4 അല്ലേ? അതായത് മൊത്തം 4 ഉണ്ടെങ്കിൽ അതിനകത്ത് 3. അതാണല്ലോ സംഭവിക്കണത്. 75% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൊത്തമുള്ളത് എന്താ? ഇൻകം അല്ലേ? അപ്പോൾ ഇൻകമിനെ എനിക്ക് 4 യൂണിറ്റ് എന്ന് എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഇൻകമിനെ എനിക്ക് 4 യൂണിറ്റ് എന്ന് പറഞ്ഞ് എടുക്കുകയാണെങ്കിൽ എക്സ്പെൻഡിച്ചർ 3 യൂണിറ്റ് ആണെന്ന് എനിക്ക് എടുക്കാമല്ലോ. കാരണം എന്താ? അതിനകത്ത് നിന്ന് ഇത്ര ഭാഗമാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ. ക്വസ്റ്റിന് വൃത്തിക്ക് പറഞ്ഞേക്കണം, ചിലവാക്കിയേക്കണം. അപ്പോൾ 4 യൂണിറ്റ് ഞാൻ എൻ്റെ ഇൻകമായിട്ട് എടുത്തു കഴിഞ്ഞാൽ 3 യൂണിറ്റ് എക്സ്പെൻഡിച്ചർ. ബാക്കി ആരാ ഉള്ളത്? സേവിങ്സ് അല്ലേ? സേവിങ്സ് എത്ര ആയിരിക്കും? 1 യൂണിറ്റ് ആയിരിക്കുമല്ലോ. ഓക്കെ, ഇനി എന്താ സംഭവിച്ചത്? ഇൻക്രീസ് ചെയ്തു. എന്ത്? ഇൻകം 20% ഇൻക്രീസ് ചെയ്തു, എക്സ്പെൻഡിച്ചർ 10% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സേവിങ്സിൽ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് അല്ലെങ്കിൽ എന്ത് ഡിഫറൻസ് ആണ് ഉണ്ടാകുന്നത്? അതാണ് ചോദ്യം. ഒന്നും വേണ്ട മക്കളെ, ആദ്യമേ തന്നെ നമ്മൾ ആ വാല്യൂസ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പോലെ തന്നെ അങ്ങ് എഴുതി മൾട്ടിപ്ലൈ ചെയ്തു. 4 × 20 80, 3 × 10 30. അതായത് നോക്കിയേ, ഞാൻ എൻ്റെ സേവിങ്സും എക്സ്പെൻഡിച്ചറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നതാണല്ലോ എൻ്റെ ഇൻകം. അതായത് 30യുടെ കൂടെ ഞാൻ എത്രയോ ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് എന്ത്? 80. എത്ര ആഡ് ചെയ്യണം? 50 അല്ലേ? ആ, അതായത് നോക്കിയേ, 4ൻ്റെ കൂടെ ഞാൻ ആ 20% ഞാൻ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് 80 കിട്ടിയത്. 3യുടെ കൂടെ ആ 10% മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് 30 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 1ൻ്റെ കൂടെ എത്ര പെർസെൻറ്റേജ് മൾട്ടിപ്ലൈ ചെയ്താലും എനിക്ക് 50 കിട്ടുക? അറിയില്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചോ, സിമ്പിളാ, ഇത്രേ ഉള്ളൂ. ചില ആൾക്കാർ വാല്യൂസൊക്കെ അസ്യൂം ചെയ്ത് വെറുതെ എന്തിനാ സമയം കളയണേ? നമുക്കിങ്ങനെ ചെയ്യാലോ നമുക്ക്. ഇനി മുതൽ ഇങ്ങനെ ചെയ്തോടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാടെ. If A's income is 40% less than B's income, predictable question അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയുണ്ട്? എ ഉണ്ട്, ബി ഉണ്ട്. എയുടെ ഇൻകം ബിയേക്കാളും 40% കുറവാണ്. ആർക്കാ കുറവ്? എക്കാ കുറവ്. അപ്പോൾ ബിക്ക് 5 യൂണിറ്റ് ഉണ്ടെങ്കിൽ 40% 2/5 ആണല്ലോ. അപ്പോൾ ആ 2 യൂണിറ്റ് കുറഞ്ഞ് എത്രയാവും? 3 യൂണിറ്റ് ആവും. എത്ര? ആർക്ക്? എക്ക്. 3:5. A/B എന്താവും? 3:5 ആവും. ഓക്കെ അല്ലേ? ഇനി അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും?
ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? A's income is what percentage of B? ഓക്കെ, ദെൻ എസ് ഇൻകം ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ബി, അതായത് എയുടെ ഇൻകം ബിയുടെ എത്ര ശതമാനമാണെന്ന്. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എയുടെ ഇൻകം 3 യൂണിറ്റ് അല്ലേ, ബിയുടെ ഇൻകത്തിൻ്റെ എത്ര ശതമാനമാണെന്ന്. 3/5 എത്രയാ? 60% അല്ലേ. ബി ഗോട്ട് ദ ആൻസർ ഗൈസ്. സിമ്പിളാണ്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എലക്ഷൻ, എക്സാമിനേഴ്സ് ഫേവറേറ്റ്, ഓൾ ടൈം എക്സാമിനേഴ്സ് ഫേവറേറ്റ് ഇലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളുണ്ട്, വളരെ കുറച്ച് കാര്യങ്ങൾ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ സിമ്പിളാണ്. നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ടോട്ടൽ വോട്ടേഴ്സ്, വാലിഡ് വോട്ട്സ്, ഇൻവാലിഡ് വോട്ട്സ്, മെജോറിറ്റി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ നോക്കാടെ. Okay, in an election between two candidates, one candidate got 38% of the votes and yet lost by 7,200 votes. If all the votes polled were valid, then the number of votes cast in the election was, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരേ ഉള്ളൂ. ഒരാൾ വിന്നർ ആയിരിക്കുമല്ലോ, ഒരാൾ ലൂസർ ആയിരിക്കുമല്ലോ. ലൂസറിന് എത്ര കിട്ടി? 38% വോട്ട്സ് കിട്ടി. ഇൻവാലിഡ് വോട്ട്സ് കാര്യങ്ങളൊന്നുമില്ല, ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ, പിന്നെ തന്നെ കൊടുക്കണം അല്ലേ. ഓക്കെ, 38% വോട്ട്സ് ലോസറിന് പോയി കഴിഞ്ഞാൽ വിന്നർക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? 62 അല്ലേ, 62 അല്ലേ. ഓക്കെ, ഇനി ഇവന്മാർ തമ്മിലുള്ള ഡിഫറൻസ് ആണല്ലോ മെജോറിറ്റി എന്ന് നമ്മൾ പറയാറുള്ളത്. എത്ര ഡിഫറൻസ്? 24 അല്ലടാ, 24% അല്ലേ. 24% എന്ത്? 7,200 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1% എത്രയായിരിക്കും? 30 ആയിരിക്കും സാർ. സോറി, 300 ആയിരിക്കും സാർ. 300 ആയിരിക്കില്ലേ? അതായത് 24% 72 ആണെങ്കിൽ 1% 3 ആയിരിക്കും. 2 0 ഉള്ളതുകൊണ്ട് ഞാൻ എവിടെയും 2 0 ഇട്ട് കൊടുത്തു. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ വോട്ട്സ് എത്ര? 1% 300 ആണെങ്കിൽ 100% 30,000. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാടെ. ഓക്കെ, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻസ് കണ്ടു ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാം കേട്ടോ. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വീഡിയോ പോസ് ചെയ്യുക, സ്വയം ചെയ്ത് നോക്കുക. അതിന് വേണ്ട ഇങ്ങനെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ അല്ലേ? ഓക്കെ, നോക്കാടാ. ആവറേജ്, നമ്മൾ ഇത്രയും നേരം നമ്മൾ പെർസെൻറ്റേജ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ആവറേജ് നോക്കാം. Average of 10 numbers is 7 if 21 is added to each number. പുതിയ ആവറേജ് എന്താണെന്ന്. കുറച്ച് 10 നമ്പേഴ്സ് ഉണ്ടായിരുന്നു. 10 നമ്പേഴ്സിൻ്റെ ആവറേജ് 7 ആണ്. 21 ആഡ് ചെയ്തു. പുതിയ ആവറേജ് എന്തായിരിക്കും? നോ പേപ്പർ നോ പെൻ അല്ലേ. കാരണം എന്താ? ഇത് ആവറേജിന് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന ഒരു പ്രോപ്പർട്ടി ആണെന്ന് തന്നെ വെച്ച മക്കളെ. അതായത് കുറച്ച് നമ്പേഴ്സിൻ്റെ ആവറേജ് ഇത്രയാണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഈ നമ്പേഴ്സിൽ, ഈ തന്നിട്ടുള്ള ഓരോ നമ്പേഴ്സിൽ ഞാൻ എന്ത് മാറ്റം വരുത്തി കഴിഞ്ഞാലും, എല്ലാവർക്കും കേട്ടാ, ഒന്ന് വളരെ കുറച്ച്, അല്ലെങ്കിൽ മെജോറിറ്റി നമ്പേഴ്സ്, ഒരു നമ്പർ വിട്ടുപോയാൽ പോലും ഈ പറയുന്ന പ്രോപ്പർട്ടി വർക്ക് ചെയ്യില്ല. ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ നമ്പേഴ്സിലും ഞാൻ 1 വെച്ച് ആഡ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിച്ചോ, ആവറേജും 1 വെച്ച്, അല്ലെങ്കിൽ 2 വെച്ച് ആഡ് ചെയ്ത് കൊടുത്തു, ആവറേജും 2 വെച്ച് ആഡ് ആവും. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ആവറേജും 2 വെച്ച് മൾട്ടിപ്ലൈഡ് ആവും. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ കാണുന്ന എല്ലാ നമ്പേഴ്സിനും ഞാൻ എന്ത് ഡിഫറൻസ് വരുത്തി കഴിഞ്ഞാലും അതേ ഡിഫറൻസ് തന്നെ എന്ത് സംഭവിക്കും? ആവറേജിലും വരും. ഓക്കെ അല്ലേ? ഇപ്പോൾ എന്താ സംഭവിച്ച്? ഇവിടെ 7ൻ്റെ കൂടെ 21 ആഡ് ചെയ്തു. 7 + 21 എത്ര? 8 അല്ലേ. എല്ലാവർക്കും 21 ആഡ് ചെയ്ത് കൊടുത്തല്ലേ. അപ്പോൾ ആവറേജും 21 ആഡ് ആവും. 7 + 21 28. അടുത്ത ക്വസ്റ്റ്യൻ. 12 chefs can make 96 dishes in 4 hours. Find the average dishes that can be made by each chef in an hour. ഇത് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ആവറേജിലെ ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ നമുക്ക് ടൈം ആൻഡ് വർക്കിലെ ക്വസ്റ്റ്യൻ ആയിട്ടും കാണാം മക്കളെ. ടൈം ആൻഡ് വർക്ക് ഏതാണ് മനസ്സിലാവണല്ലേ? MDH/W ഇങ്ങനെ ഒരു തരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്, അറിയാമെങ്കിൽ അതിനേക്കാളും നല്ലത്. MDH/W അറിയില്ലേ, ഇത് ഇവിടെ കണ്ടു. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മെൻ, നമ്പർ ഓഫ് പേഴ്സൺ, പഴയ ഫോർമുലയാണേ, വളരെ കാലങ്ങളായുള്ള, അതുകൊണ്ട് നമ്പർ ഓഫ് മെൻ എന്ന് കൊടുത്തേക്കാം, നമ്പർ ഓഫ് പേഴ്സൺ അല്ലാതെ. ഓക്കെ. D എന്താ, അവർ വർക്ക് ചെയ്യുന്ന ദിവസങ്ങൾ, നമ്പർ ഓഫ് ഡേയ്സ്. H എന്താ, അവേഴ്സ്, ടൈം. ആ ഫോർമുലയ്ക്ക് അത് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ടൈം. ഓക്കെ. ഇനി താഴെ എന്താ, W എന്താണെന്നറിയോ, വർക്ക് ഡൺ. ഓക്കെ ആണോ, വർക്ക് ഡൺ, അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ അല്ലേ. ഈ പറയുന്ന സാധനങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തിട്ട് കൊടുക്കാതെ. 12 ഷെഫ്സ്, നമ്പർ ഓഫ് മെൻ 12 ആയിരിക്കുമല്ലോ. ഓക്കെ. 96 ഡിഷസ്, അതവിടെ നിൽക്കട്ടെ. ഡേയ്സ് തന്നിട്ടില്ലെങ്കിൽ കൊടുക്കണ്ട, തന്നിട്ടില്ലേ കൊടുക്കണ്ട. 12 × 4/96. ഓക്കെ ആണല്ലോ. 96 വർക്കല്ലേ, ഡിഷ് ഉണ്ടാക്കിയേക്കുന്ന അതൊരു വർക്കല്ലേ. ഓക്കെ ആണ്, അതുകൊണ്ട് 96 വർക്ക്. ഓക്കെ. ഇതാണ് നമ്മുടെ MDHൽ ഫസ്റ്റത്തെ കാര്യം. ഓക്കെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, ഒരു ഷെഫ് 1 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര വർക്ക് ചെയ്യുമെന്ന്. ഒരു ഷെഫ് 1 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്രയെന്ന്. ഒരു ഷെഫ് അല്ലേ, അപ്പം M ഒന്നല്ലേ, H ഒന്നല്ലേ. വർക്ക് നമുക്ക് കണ്ടുപിടിക്കണം. കട്ട് ചെയ്തോടാ. 12 എത്ര പ്രാവശ്യം, 8 ടൈംസ്. 4 എത്ര പ്രാവശ്യം, 2 ടൈംസ്. വർക്കിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടും. 1 മണിക്കൂറിൽ ഒരു ഷെഫിന് 2 വർക്ക്, അല്ലെങ്കിൽ 2 ഡിഷ്. കുറച്ചുകൂടി സിമ്പിളാക്കണോ. ഇത് നമ്മുടെ ഫോർമുലയുടെ രൂപത്തിൽ ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ, അതായത് നോക്കിയടാ, 12 ഷെഫ് 4 മണിക്കൂർ കൊണ്ട് 96 വർക്ക് ചെയ്യുമെങ്കിൽ, 96 ഡിഷസ് ഉണ്ടാക്കുമെങ്കിൽ, ആലോചിച്ച് നോക്കിയേ, 12 ഷെഫ് 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കില്ലേ 24 ടൈം. ഓരോ മണിക്കൂറിനനുസരിച്ചായിരിക്കുമല്ലോ നമുക്ക് ഈ വർക്ക് നടക്കുന്നുണ്ടാവുക. 4 മണിക്കൂർ കൊണ്ടാണ് 96 ഉണ്ടാക്കുന്നതെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് അവർക്ക് 24 ഉണ്ടാക്കാൻ പറ്റുമല്ലോ. എത്ര ഷെഫ് ചേർന്ന്, 12 ഷെഫ് ചേർന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു ഷെഫിന് ഒബ്വിയസ്ലി അല്ലേ, ഇതിനകത്ത് വേറെ വലിയ. പിന്നെ സാറ് നിന്നത് പറഞ്ഞേ, അതും വേണോടാ മക്കളെ. അറിയാത്ത ആൾക്കാർക്ക് അത് പഠിക്കാൻ പറ്റിയല്ലോ, അത്രേ ഉള്ളൂ. കാര്യങ്ങൾ മനസ്സിലാക്കി പോവാന്ന്. അടുത്ത ക്വസ്റ്റ്യൻ. The average weight of 8 men is decreased by 3 kg when one of them, whose weight is 56 kg, is replaced by a new man. What is the weight of the new man? 8 ആൾക്കാരുണ്ടായിരുന്നു. എത്ര പേര്, 8 ആൾക്കാരുണ്ടായിരുന്നു. ഇവരിൽ ഒരാൾ മാറി, അതായത് 56 കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന ഒരാൾ മാറി, വേറൊരു പുതിയൊരാൾ വന്നപ്പോൾ ഇവരുടെ ആവറേജ് 3 കിലോ കുറഞ്ഞു എന്നാണ് പറയണത്. 3 കിലോ കുറഞ്ഞു എന്നാണ് പറയണത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ പുതിയ ആളുടെ വെയിറ്റ് എന്താണെന്നാണ് ചോദ്യം. ആവറേജിൽ ഡീവിയേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എത്ര പേർക്ക് ഇവിടെ ക്ലിയർ ആണെന്ന് അറിയില്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചോളാം മക്കളെ. ഡീവിയേഷനിൽ മെയിനായിട്ട് ഓർത്ത് വയ്ക്കാനുള്ള, പറഞ്ഞു പോകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ചുരുക്കൊന്ന് പറഞ്ഞേക്കാം. നോക്കിയടാ, ഇപ്പോൾ ആവറേജിന് ഞാൻ വേറൊരു ഡെഫിനേഷൻ കൊടുക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻസ്റ്റൻസ് ശ്രദ്ധിച്ചേക്കുക, ഒരു ഇൻസ്റ്റൻസ്, ആ ഇൻസ്റ്റൻസിനകത്ത് ടോട്ടൽ എത്രയുണ്ടോ, ആളുകളുടെ എണ്ണമല്ല, അവിടെ എന്താണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുറേ ആൾക്കാരുണ്ട്, ഈ ആൾക്കാരുടെ കയ്യിലൊക്കെ കുറേ മിഠായി ഉണ്ട്, അൺഈക്വൽ നമ്പർ ഓഫ് മിഠായിസ്, ഐ മീൻ ചോക്ലേറ്റ്സ്. ഇതെല്ലാം ഈക്വലായിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നുവെങ്കിൽ, എല്ലാവർക്കും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇത് എത്ര വരും. ഇതാണ് ആവറേജ്. ഒരു ഇൻസ്റ്റൻസിൽ അതെന്തുണ്ടോ, അവിടെ എത്ര ആൾക്കാരുണ്ടോ അവർക്ക് എല്ലാവർക്കും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് ആവറേജ്. ഓക്കെ ആണോ. ഇനി നമുക്ക് ഡീവിയേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു ലോജിക്ക് ഇത്ര ആലോചിച്ച് നോക്കിയടാ. പോയവൻ്റെ വെയിറ്റ് 56 ആണല്ലോ, ഒരുത്തൻ പോയി, അവൻ്റെ വെയിറ്റ് 56 ആണല്ലോ. പുതിയതായിട്ട് ഒരുത്തൻ വന്നു, അവൻ്റെ വെയിറ്റും 56 ആയിരുന്നെങ്കിൽ ഈ ആവറേജിൽ ഡിഫറൻസ് ഉണ്ടാവില്ലായിരുന്നു അല്ലേ. ഒരുത്തൻ പോയി, ആ പോയവൻ, ഒരുത്തൻ പോയി, ഒരുത്തൻ വന്നു, ഈ വന്നവൻ്റെ വെയിറ്റ് 56 ആയിരുന്നെങ്കിൽ ഇവിടെ ആവറേജിന് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഡിഫറൻസ് ഉണ്ടായില്ലേ, 3 കിലോഗ്രാം വെച്ച്, ഓരോ ആൾക്കും 3 കിലോഗ്രാം വെച്ചിട്ട് കുറഞ്ഞില്ലേ. അപ്പം എന്താ സംഭവിച്ചിട്ടുണ്ടാവുക, 56ൽ നിന്ന് ഈ വന്നവന് എത്രയോ കിലോ കുറവുണ്ടായിരുന്നുണ്ടാവും.
അതെത്ര കിലോ ആയിരിക്കും? നോക്ക്, ഒരാൾക്ക് 3 കിലോ വെച്ചിട്ടാണ് കുറഞ്ഞേക്കണത്. ഞാൻ പറഞ്ഞു ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന്. ഈ കുറഞ്ഞ വെയിറ്റ് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എത്ര ആൾക്കാർക്ക്? 8 ആൾക്കാർക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കിലോ വെച്ച് 8 ആൾക്കാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 56 മൈനസ് 24 അല്ലേ? അപ്പം എത്രയാണ് വെയിറ്റ്? 32. 56 മൈനസ് 24 32. ഓക്കെ അല്ലേ? ഡീവിയേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടോ മക്കളെ? ഡീവിയേഷൻ വളരെ എന്താ പറയുക, ആവറേജ് നമുക്ക് അല്ലാതെയും ചെയ്യാൻ പറ്റും. ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല, അല്ലാതെയും ചെയ്യാൻ പറ്റും സ്വാഭാവികമായിട്ടും, ഉറപ്പായിട്ടും. അടിപൊളിയായിട്ടുള്ള മക്കളാണല്ലോ എൻ്റെ മുമ്പിലിരിക്കുന്നത്, ഉറപ്പായിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഡീവിയേഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ എടുക്കുന്നതിൻ്റെ 1/4 ടൈം എടുക്കുള്ളൂ എന്ന് വിചാരിച്ചോ. ട്രസ്റ്റ് മീ, അങ്ങനെ സംഭവിക്കും, നടക്കും. നീ കാൽക്കുലേഷനിൽ അടിപൊളിയാണെങ്കിൽ ഡീവിയേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് അതിനേക്കാളും സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. സിമ്പിളാണ്, മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. Average height of 50 pupils in a class is 150 centimeter. 5 of them whose average height is 146 centimeter leave the class, and 5 others whose average height is 156 centimeter join. The new average height of the pupils in the class എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയടാ, ഒരു ക്ലാസ് റൂമിൽ മൊത്തം 50 പ്യൂപ്പിൾ എന്താ? ഈ പ്യൂപ്പിൾ അല്ല, സ്പെല്ലിംഗ് ഓക്കെ സെയിം ആണ്, പക്ഷെ പ്യൂപ്പിൾ മറ്റേ സ്റ്റുഡൻസ് എന്നൊക്കെ പറയല്ലേ, ഇത് നമ്മൾ ഛാത്രോം എന്നൊക്കെ പറയും അല്ലേ, അതാണ് പ്യൂപ്പിൾസ്. ഓക്കെ, സ്റ്റുഡൻസ് 50 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാവരുടെയും ഹൈറ്റ് എത്രയായിരുന്നു? ഐ മീൻ ഹൈറ്റിൻ്റെ ആവറേജ് എന്തായിരുന്നു? 150 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഓക്കെ, ഇതിനകത്തുനിന്ന് എത്ര പേര് പോയി? 5 പേര് പോയി. 5 പേര് പോയി. ഇവരുടെ ആവറേജ് എത്രയായിരുന്നു? 146 ആയിരുന്നു. 146 ആയിരുന്നു. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് അടുത്ത ഒരു 5 ആൾക്കാർ കൂടെ വന്നു. ഈ മൈനസ് പ്ലസ് എന്നൊക്കെ ഉദ്ദേശിച്ചത് വന്ന ആൾക്കാർ പോയ ആൾക്കാർ അതാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഓക്കെ, ഒരു 5 ആൾക്കാർ കൂടെ വന്നു. ഇവരുടെ ആവറേജ് എത്രയായിരുന്നു? 156 ആയിരുന്നു. ഓക്കെ അല്ലേ? ആ ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കോ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയടാ, 150 ആണല്ലോ. ഈ പോയവർക്കും 150 ഉണ്ടായിരുന്നെങ്കിൽ ഈ ആവറേജിന് സ്വാഭാവികമായിട്ടും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ലായിരുന്നു അല്ലേ? വ്യത്യാസം ഒന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നു ആണല്ലോ. പക്ഷേ ഇവർ 150 കൊണ്ടുപോയില്ല. 150 കൊണ്ടുപോയിട്ടില്ല. എത്രയേ കൊണ്ടുപോയിട്ടുള്ളൂ? 146 കൊണ്ടുപോയിട്ടുള്ളൂ. അതായത് ബാക്കി 4 ഇപ്പോഴും അവിടെ നിൽക്കല്ലേ. അതായത് ബാക്കി 4 150 ഉണ്ട്. 150 വരെ അവർക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അവരെത്രയേ കൊണ്ടുപോയിട്ടുള്ളൂ? 146 കൊണ്ടുപോയിട്ടുള്ളൂ. ബാക്കി 4 അവിടെ വീണ്ടും നിൽക്കല്ലേ. എത്ര ആൾക്കാരുടെ? 5 ആൾക്കാരുടെ അവിടെ നിൽക്കുകയാണല്ലോ, പ്ലസ് ആയിട്ട് നിൽക്കുകയാണല്ലോ അല്ലേ? ഓക്കെ, ഇനി അത് കഴിഞ്ഞു. പുതിയതായിട്ട് കുറച്ച് ആൾക്കാർ വന്നു. അവർക്ക് എത്ര കൂടുതൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്? 156 കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അവർ 6 എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാരുടെ എണ്ണവും 5 തന്നെയാണ് അല്ലേ? 5 തന്നെയല്ലേ? ഓക്കെ, ഇനി ഇതെല്ലാം നമ്മുടെ ബേസ് ആയിട്ടുള്ള ആവറേജ് 150 എന്നാണ് കേട്ടോ ഡിഫറൻസ് വരാൻ പോണത്. ഓക്കെ, എത്ര ആൾക്കാരുണ്ടായിരുന്നു? 5 ആൾക്കാർ പോയി, 5 ആൾക്കാർ വന്നു. ഇപ്പോഴും എന്ത് തന്നെയാണ്? 50 തന്നെയാണല്ലോ ആൾക്കാർ. അപ്പോൾ 50. ഓക്കെ, കട്ട് ചെയ്യാം മക്കളെ. 5 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10. ഓക്കെ, 4 + 6 10. 10/10 1. അതായത് 150 പ്ലസ് ആണല്ലോ, +1 151. ദാറ്റ് വിൽ ബി അവർ ആൻസർ. ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ ഈ നമ്പേഴ്സിനൊക്കെ 146 കുഴപ്പമില്ല, വലിയ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. എന്നാലും ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കാര്യം ഏകദേശം മനസ്സിലാവുന്നുണ്ടല്ലോ, ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കടാ, കിട്ടും. അടുത്ത, a group of people consists of men, women and children. 40% of them are men, 35% are women and rest are children.
ഓക്കെ, ഒരു ഗ്രൂപ്പിൽ കുറച്ച് പുരുഷന്മാരുണ്ടായിരുന്നു, കുറച്ച് സ്ത്രീകളുണ്ടായിരുന്നു, കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. എത്ര? 40% പുരുഷന്മാർ, 35% സ്ത്രീകൾ. 40 35 75ആയി. ബാക്കി 25 കുട്ടികളായിരിക്കില്ലേ? ബാക്കി 75 കുട്ടികളായിരിക്കില്ലേ? ഓക്കെ ഓക്കെ, ഇവരുടെ ഓരോരുത്തരുടെയും ആവറേജ് വെയിറ്റ് തന്നിട്ടുണ്ട്. മെന്നിന് എത്രയാ? 70, വുമണിന് എത്രയാ? 60, ചിൽഡ്രന് എത്രയാ? 30. ഓക്കെ, ഇവരുടെ മൊത്തത്തിലുള്ള ആവറേജ് വെയിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മൊത്തത്തിൽ കണ്ടുപിടിക്കാവുമാരെ തമ്മിൽ മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നു. നമുക്കതൊന്നും വേണ്ട, അതിനേക്കാളും കുറച്ച് നമ്മൾ ചെയ്യാൻ പോവുക. ഈ മെത്തേഡിൻ്റെ പേരാണ് JSM എന്ന് പറയുന്നത്. നമ്മുടെ ഡീവിയേഷൻ തന്നെ ഇതിനകത്ത് ചെറിയൊരു ഡിഫറൻസ് വരുന്നത് മാത്രം. ഓക്കെ, ഇതിനകത്ത് ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ പറയുന്ന ഒറിജിനൽ വാല്യൂസ് എടുക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല എന്ന്. ഈ കാണുന്നവന്മാരിൽ ആരെങ്കിലും ഒരാളെ നമുക്ക് കട്ട് ചെയ്ത് ചെറുതാക്കാം. അത് കൂടുതലും നമുക്ക് ഈ കാണുന്ന നമ്പേഴ്സ് ആയിരിക്കും. ഇതാണല്ലോ എണ്ണം, ആളുകളുടെ എണ്ണം ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ആ ഒരു ഗ്രൂപ്പിൽ 100 ആളുകളുണ്ടെങ്കിൽ അവരിങ്ങനെ ഇങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്കത് തന്നെ കട്ട് ചെയ്ത് ചെറുതാക്കാം. സാർ ഒന്ന് കളറൊന്ന് മാറ്റിയേക്കാം കേട്ടോ. ഓക്കെ, കട്ട് ചെയ്ത് ചെറുതാക്കാണേ. ഇവന്മാരെയൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ 40, 5 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 8 എന്ന് വരും, ഇവിടെ 7 എന്ന് വരും, ഇവിടെ 5 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇവന്മാരിൽ ഒരാളെ തന്നെ ഞാൻ എൻ്റെ ആവറേജ് ആയിട്ട് ഞാൻ അങ്ങ് അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, ഇവന്മാരിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ കുറച്ചുകൂടെ സുഖമായിരിക്കും. കാരണം നമുക്ക് ചെറിയ നമ്പറിൽ നിന്ന് വലുതിലോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ട് തോന്നാറില്ല പൊതുവെ, അല്ലേ? വലുതിൽ നിന്ന് ചെറുതിലോട്ട് വരാനാണ് കുറച്ച് ബുദ്ധിമുട്ടല്ലേ സംഭവം. അത് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 30 എൻ്റെ ആവറേജ് ഞാനെന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് ഇവന്മാർ തമ്മിൽ ഡിഫറൻസ് ഇവിടെ എത്രയാ? 40 അല്ലേ? 40 കൂടുതലല്ലേ? അപ്പോൾ +40 എത്ര ആൾക്കാർക്ക്? 8 ആൾക്കാർക്ക്. ഓക്കെ, അടുത്തത് 30 കൂടുതലല്ലേ? +30 എത്ര ആൾക്കാർക്ക്? 7 ആൾക്കാർക്ക്. ഹോൾ ഡിവൈഡഡ് ബൈ എത്ര ആൾക്കാരുണ്ട്? 8 7 15, 15 5 20 ആൾക്കാരുണ്ടല്ലോ. 0 വെച്ച് കട്ട് ചെയ്യാം. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. 4 8s are 32 +21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 53 എന്ന് വരും. 30 + 53 / 2 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 52 26.5. 30 + 26.5 ആഡ് ചെയ്താൽ എത്രയാ? 56.5. പറഞ്ഞ പോലെ തന്നെ സ്ട്രെയിറ്റ് മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മറ്റേ മെത്തേഡിനേക്കാളും കുറച്ചുകൂടെ സിമ്പിളായിട്ട് തീരുവാണ്. ഓക്കെ അല്ലേ? ആവറേജ് കഴിഞ്ഞോ? ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇടാം മക്കളെ. ഓക്കെ, അടുത്ത് ഒരു ക്രിക്കറ്റർ ഉണ്ടായിരുന്നു. ക്രിക്കറ്ററിന് 20 മാച്ചിൽ നിന്ന് 40 റൺസ് കിട്ടി. ഓക്കെ, ഒരു മാച്ചിൽ നിന്ന്, അതായത് ആ 20 മാച്ചിൽ ഒരു മാച്ചിൽ നിന്ന് 78 റൺസ് കിട്ടിയെങ്കിൽ ബാക്കിയുള്ള 19 മാച്ചിൻ്റെ ആവറേജ് എത്രയാണ്? ഈ പറയുന്ന പോലെ തന്നെ ചെയ്യാടാ. 40 ആണല്ലോ. അതായത് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ആവറേജ് ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആവറേജ് അസ്യൂം ചെയ്തു അല്ലേ? ഇവിടെ ആവറേജ് തന്നിട്ടുണ്ട്. അസ്യൂം ചെയ്യണോ? വേണ്ട. കാരണം എന്താ? ഇത് തന്നെ ടോട്ടൽ ആവറേജ് 40 അല്ലേ? 40 ആണെന്നുള്ള ആവറേജ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. പോരട്ടെ, 40 ആണ് നമ്മുടെ ആവറേജ്. നോക്ക്, ഈ ലെറ്റ് ബി 20th മാച്ച് 40 തന്നെ ആയിരുന്നുവെങ്കിൽ ബാക്കിയുള്ള ആവറേജ് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു അല്ലേ? പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ നിന്ന് എക്സ്ട്രാ ഒരു 38 അവന്മാർ കൊണ്ടുപോയി. എക്സ്ട്രാ, അതായത് 40ന്ന് ഒരു എക്സ്ട്രാ 38 അവന്മാർ കൊണ്ടുപോയി. അതായത് ഈ ടോട്ടലിൽ ഒരു 38 കുറവില്ലേ? ഒരു 38ൻ്റെ കുറവ് ഇല്ലേ? ഈ കുറവ് 19 ആൾക്കാരും കൂടിയിട്ട് അങ്ങ് ടാലി ആക്കുന്നു. 38/19 എത്രയാ? 2. അതായത് 40 - 2 which is equal to 38 will be our answer. 19 ആൾക്കാരുടെ ആവറേജ് 38. അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാവരുടെയും ഫേവറേറ്റ് എൻ്റെ
റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ നല്ല സുഖമുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന പോലെ റേഷ്യോയും പെർസെൻറ്റേജും ഒക്കെ അല്ലേ? ഇഷ്ടമല്ലേ? എനിക്കിഷ്ടം കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. 3,300 rupees were divided among P, Q, R such that 4 times of P is equal to 7 times of Q is equal to 2 times of R. Find the share of R. നോക്കിയടേ, 4 times of P യും 7 times of Q യും 2 times of R ഉം ഈക്വൽ ആണെന്ന്. ഇവിടെ നമുക്ക് പി ക്യു ആർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കുമല്ലോ, സോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലോ. പി ക്യു ആർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ മെത്തേഡിൻ്റെ പേരാണ് ഹൈഡിങ് മെത്തേഡ്. ഹൈഡിങ് മെത്തേഡ് എന്തോ ഈ പെന്നെ സാറിന് ഇപ്പോഴും അത്ര വശമായിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഹൈഡിങ് മെത്തേഡിലൂടെ ഇത്രയുള്ളൂടെ പി കണ്ടുപിടിക്കണമെങ്കിൽ പിയുടെ വാല്യൂ ഞാനങ്ങ് മറച്ചു പിടിച്ചു, ബാക്കിയുള്ള അവന്മാരുടെ കൂടുതൽ നമ്പേഴ്സ് ഉണ്ടല്ലോ, ആ നമ്പേഴ്സിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് പി മറച്ചു പിടിച്ച് ബാക്കി എത്ര ആരുണ്ട്? 7 × 2. സാർ ഇങ്ങനെ എഴുതുന്നുള്ളൂ, കാര്യമുണ്ട് പറയാം. ഓക്കെ, ക്യൂ കണ്ടുപിടിക്കണം. 7 മറച്ചു പിടിച്ചു 4 × 2. മൂന്നാമത്തെ ആരാ? 6 മറച്ചു പിടിച്ചു 4 × 7. നോക്കിയടാ, ഇവന്മാരിലൊക്കെ നമ്പേഴ്സിന് എനിക്ക് കട്ട് ചെയ്യാമല്ലോ. ഇവിടെ നിന്ന് 2 കട്ടായി, ഇവിടെ നിന്ന് 2 കട്ടായി, ഇവിടെ നിന്ന് 2 കട്ടായി കഴിഞ്ഞാൽ ബാക്കി അതിലുണ്ട് 2 ഉണ്ട്. 7 = 4 = 14. 21 25, അതായത് മൊത്തം 25 യൂണിറ്റ്സ് ഉണ്ട്. ഈ 25 യൂണിറ്റ്സിൻ്റെ വാല്യൂ ആണ് എനിക്ക് 3,300 എന്ന് പറയാമല്ലോ. കുഴപ്പമുണ്ടോ? ഇല്ലേ? ആ, അപ്പോൾ 25 യൂണിറ്റിൻ്റെ വാല്യൂ 3,300 ആണെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 132 അല്ലേ? 12 132 എന്ന് വരും. 132. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആറിൻ്റെ ഷെയർ എത്രയാണ്? 14 × 132. യൂണിറ്റ് നോക്കിയാൽ പോരെ? ഓ, യൂണിറ്റ് നോക്കാൻ പറ്റില്ല അല്ലേ? മൾട്ടിപ്ലൈ തന്നെ ചെയ്യണോടാ. 14 × 132 നോക്കാം. 1320. 4 ടൈംസ് എന്ന് പറയുമ്പോൾ 400 528 8 4 8 4 1848 എന്ന് വരുന്നുണ്ടോ മക്കളെ? വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ മെത്തേഡ് മാത്രം ഒന്ന് ഓർത്ത് വെച്ച് വെച്ചാൽ മതി. ഓക്കെ അല്ലേ? കാണുന്നുണ്ടോ എന്തോ? ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. The ratio of number of girls and boys participating in sports of school is 1:5. ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും റേഷ്യോ, ഗേൾസും ബോയ്സും 1:5. ഗേൾസിൻ്റെ എണ്ണം എത്രയാ? 247 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 247 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കണം എന്താ? 5 യൂണിറ്റ്സിൻ്റെ വാല്യൂ ഇൻറ്റു 247. 1235 എന്ന് വരും മക്കളെ. മൾട്ടിപ്ലൈ ചെയ്തു, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. 2 numbers are in the ratio of 5:8. If the first number is increased by 13 and the second number is decreased by 6, then the ratio becomes 4:6. What is the sum of the original numbers? ഓക്കെ, ഈ മെത്തേഡ് നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല. അതായത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്നൊരു സാധനം. നോക്കിക്കോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഈ നമ്പേഴ്സ് 5:8 എന്ന രീതിയിലായിരുന്നു, റേഷ്യോയിലായിരുന്നു. ഇവന്മാരിൽ നിന്ന് ഫസ്റ്റ് നമ്പറിൽ നിന്ന് ഞാൻ 13 മൈനസ് ചെയ്തു, സെക്കൻഡ് നമ്പറിൽ നിന്ന് ഞാൻ ആഡ് ചെയ്യാണല്ലോ ചെയ്തത്. സെക്കൻഡ് നമ്പറിൽ നിന്ന് ഞാൻ 6 സബ്ട്രാക്ട് ചെയ്തു. ഓക്കെ, അപ്പം എനിക്ക് എന്ത് കിട്ടി? 4:6 കിട്ടി. 4:6 എനിക്ക് 2/3 എന്ന് എടുത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതറിയാത്ത ആൾക്കാരൊന്നും ഓർത്ത് വെച്ചേക്കടെ. A:B എന്ന് പറയുന്ന റേഷ്യോ എനിക്ക് A/B എന്ന് എഴുതാം, കുഴപ്പമൊന്നുമില്ല, ചെയ്യാം. ഓക്കെ, ഇനി നോക്കിക്കടെ, എനിക്ക് ഇവന്മാരുടെ ഒറിജിനൽ വാല്യൂ ആണല്ലോ കണ്ടുപിടിക്കണ്ടേ.
ആണല്ലോ. അവൻ ആരുടെ വാല്യൂ ഒറിജിനൽ വാല്യൂ ആണോ ഞാൻ കണ്ടുപിടിക്കേണ്ടത്, അവന്മാർക്ക് ഞാൻ എക്സ് എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കും. ഇനി എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 3 വെച്ച് ഞാൻ ഇവന്മാരെ മൾട്ടിപ്ലൈ ചെയ്യും, ഇവനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, അത്രേ ഉള്ളൂ. അതായത് 3 × 5 15x പ്ലസ് 39 ഈക്വൽ ടു 16x മൈനസ് 12. ഓക്കെ ആണല്ലോ, മൈനസ് ചെയ്യാം. ഓക്കെ നോക്കിയാടാ, 15xനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 16x മൈനസ് 15x, അതായത് എക്സ് ആയിരിക്കുമല്ലോ. എക്സിൻ്റെ വാല്യൂ എനിക്ക് എത്രയെന്ന് വരും നോക്കിക്കേ, അവനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചോ. അപ്പോൾ 39 പ്ലസ് 12 ആവില്ലേ, 39 പ്ലസ് 12 എത്രയാ, 51 എന്ന് വരും, 51 എന്ന് വരും. ഓക്കെ 51. ഇനി എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, സമ്മ കണ്ടുപിടിക്കണം. അതായത് 5x പ്ലസ് 8x എത്രയാ, 13x അല്ലേ. എക്സിൻ്റെ വാല്യൂ 15 ആണെങ്കിൽ 13xൻ്റെ വാല്യൂ എന്താ, 51 × 13, യൂണിറ്റ് ഡേറ്റ് 3 വരും, 663. 6 6 3 663. അടുത്ത ക്വസ്റ്റ്യൻ. Present ages of 3 persons are in the ratio 4:5:6. 8 years ago, ശ്രദ്ധിക്കേണ്ട സംഭവം, 8 years ago sum of their ages was 51. Find the present age of the eldest person. ഓക്കെ, 3 ആൾക്കാരുണ്ടായിരുന്നു. അവന്മാരെ ഞാൻ എ എന്നും ബി എന്നും സി എന്നും വിളിക്കുന്നു. ഇവന്മാരുടെ ടോട്ടൽ എത്രയായിരുന്നു, റേഷ്യോ എത്രയായിരുന്നു, 4:5:6 ആയിരുന്നു. എത്ര കൊല്ലം മുമ്പ്, 8 കൊല്ലം മുമ്പ് ഇവന്മാരുടെ ഏജ് എത്രയാ, 51 ആയിരുന്നു. 8 കൊല്ലം കഴിഞ്ഞു. ഒരാൾക്ക് 8 വയസ്സ് വെച്ച് കൂടുമെങ്കിൽ 3 ആൾക്ക് 24 വയസ്സ് കൂടില്ല മക്കളെ. അത്രേ ഉള്ളൂ, ക്വസ്റ്റ്യൻ കഴിഞ്ഞടാ. ഓക്കെ, അന്ന് അത് 51 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 24 കൂടി 75 വയസ്സായി കാണും അല്ലേ. അതായത് 4 + 5 + 6 15 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് എന്ത്, 51 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 5. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, എൽഡസ്റ്റ് പേഴ്സൺ. ഇതല്ലേ എൽഡസ്റ്റ് പേഴ്സൺ. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ 6 യൂണിറ്റ്സിൻ്റെ വാല്യൂ 30. ഇതൊക്കെ എന്താ അല്ലേ ക്വസ്റ്റ്യൻസ്, നല്ല ക്വസ്റ്റ്യൻസ് കൊണ്ടുവരും സാറിന്. ഓക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ദ ഡിഫറൻസ് ഇൻ ദ ഏജ് ഓഫ് 2 people is 24 years. If 6 years ago the older person of the 2 was 4 times as old as the younger one, then find their present ages. Okay, 2 ആൾക്കാരുണ്ടായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ഏജിൻ്റെ ഗ്യാപ്പ് 24 ഇയേഴ്സ് ആണ്, 24 വർഷമാണ് ഇവരുടെ രണ്ടുപേരുടെയും ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, 6 കൊല്ലം മുമ്പ് എൽഡസ്റ്റ് പേഴ്സണും യങ്ങർ പേഴ്സണും തമ്മിലുള്ള ഏജിൻ്റെ റേഷ്യോ 4:1 ആയിരുന്നു. എപ്പോൾ, 6 കൊല്ലം മുൻപ്. എടാ മക്കളെ, എത്ര കൊല്ലം കഴിഞ്ഞാലും ഏജ് ഡിഫറൻസ് മാറും. നീയും നിൻ്റെ സിബ്ലിങ്ങിൻ്റെ കാര്യം തന്നെ നോക്കിക്കോ. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു 6 വയസ്സ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ 10 കൊല്ലം മുമ്പും അത് 6 വയസ്സ് തന്നെയായിരുന്നല്ലോ. ഇനി 10 കൊല്ലം കഴിഞ്ഞാലും അത് 6 വയസ്സ് തന്നെ ആയിരിക്കുമല്ലോ. ഇവിടെ അത് തന്നെയല്ലേ സംഭവിക്കുള്ളൂ. അതായത് നോക്കിയേ, അവന്മാരുടെ ഏജ് ഗ്യാപ്പ് എത്ര, 24. എത്ര യൂണിറ്റ് ഉണ്ട്, 3 യൂണിറ്റ് ഉണ്ട്. 3 യൂണിറ്റിൻ്റെ വാല്യൂ 24 ആണെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്താ, 8 ആണല്ലോ. പ്രസൻറ്റ് ഏജാണ് ചോദിച്ചേക്കണത്. ഓക്കെ, അന്ന് അവരുടെ വയസ്സ് എത്രയായിരുന്നു, 32ഉം 8ഉം. എത്ര കൊല്ലം കഴിഞ്ഞു, 6 കൊല്ലം കഴിഞ്ഞാൽ 32ഉം 8ഉം 32ഉം 6ഉം 38ഉം 14ഉം. അടുത്ത് നമുക്ക് സോൾവ് ചെയ്ത് പോവാം അല്ലേ. ഓക്കെ, അടുത്തത് ഇത് കുറച്ച് ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിയേ, അമിത ഈസ് 2 years older than her friend അമൃത. അമിത അവളുടെ കൂട്ടുകാരി അമൃതയെക്കാളും 2 വയസ്സ് എൽഡറാണ്, മൂത്തതാണ്. ഓക്കെ, അമിതാസ് ഫാദർ, അമിതയുടെ അച്ഛൻ, ഈസ് 2 as old as അമിത. അതായത് അമിതയ്ക്ക് എത്ര വയസ്സുണ്ടോ അതിൻ്റെ ഡബിൾ ഉണ്ട് അമിതയുടെ അച്ഛന്. അമിതയ്ക്ക് 25 വയസ്സാണെങ്കിൽ അമിതയുടെ അച്ഛന് എത്രയാ, 50 വയസ്സുണ്ടാവും. അങ്ങനെ. ആൻഡ് അമൃത
Okay. And Amrita is twice as old as her sister. The ages of Amida's father and Amrita's sister differ by 43 years. The sum of the ages of Amida and Amrita. ഓക്കെ, 4 ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, കൊടുക്കാം. നമ്മുടെ അമിതയുണ്ട്, അമൃതയുണ്ട്, അമൃതയുടെ സിസ്റ്റർ ഉണ്ട്, ഫാദർ ഉണ്ട്. എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് സിസ്റ്റർ ആണെന്ന്. കാര്യമുണ്ട്, നോക്കിക്കോ. അതായത് അമൃതയുടെ സിസ്റ്ററിൻ്റെ വയസ്സ് ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നോക്കിയിടാം മക്കളെ, അമൃത സിസ്റ്ററിനേക്കാളും ട്വൈസ് ഏജ് ആണെന്നല്ലേ പറഞ്ഞേക്കണത്. അപ്പോൾ ഇത് 2x എന്ന് എനിക്ക് കൊടുത്തൂടെ? 2x കൊടുത്തൂടെ? എന്താ പ്രശ്നം അല്ലേ? ഓക്കെ, 2x. ഓക്കെ, അത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അമിതയ്ക്ക് എത്ര വയസ്സുണ്ടാവും? 2 വയസ്സ് കൂടുതലാണ് സാർ. 2x + 2 ആയിരിക്കുമല്ലോ. കഴിഞ്ഞില്ലേ? പ്രശ്നം കഴിഞ്ഞില്ലേ? ഓക്കെ, അടുത്തത്. അങ്ങനെയാണെങ്കിൽ ഫാദർ ആരാ? ഫാദറിന് എത്ര വയസ്സാ? അമിതയെക്കാളും ഡബിളാ. അതായത് 2x + 2ൻ്റെ ഡബിള് 4x + 4 ആണല്ലോ. ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് 43 ഇയേഴ്സ് എന്ന്. അങ്ങനെയാണെങ്കിൽ നോക്കിയടാ, 4x + 4 - x ആണ് എന്ത്? 43 എന്ന് പറയണത്. അങ്ങനെയാണെങ്കിൽ ഇവന്മാരെയൊക്കെ ഞാൻ സോൾവ് ചെയ്യുമ്പോൾ 3x + 4 ആണ് 43 എന്ന് എനിക്ക് കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ 3x എത്രയായിരിക്കും? 39 ആയിരിക്കും. അപ്പം എക്സ് 13 ആയിരിക്കില്ലേ? 13 ആയിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സം ഓഫ് ഏജസ് ഓഫ് അമിത ആൻഡ് അമൃത. അമിതയും അമൃതയും തമ്മിലുള്ള സം ഓഫ് ഏജസ് 2x + 2 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x + 2 അല്ലേ? എക്സ് എത്ര? 13. അപ്പോൾ 4 × 13 4 × 13 + 2 4 × 13 52 + 2 54. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതൊരു സംഭവമാണ് ഈ ക്വസ്റ്റ്യനിൽ. എവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിൽ ആരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ അമിതയ്ക്ക് എക്സ് എന്ന് പറഞ്ഞ വയസ്സ് കൊടുത്തു എന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് വരുമ്പോൾ അതെന്താവും? x - 2 ആവും അല്ലേ? x - 2. അതായത് അമിതയ്ക്ക് ഞാൻ എക്സ് കൊടുത്തിരുന്നെങ്കിൽ അമൃതയ്ക്ക് അത് x - 2 ആയിരുന്നു. ഫാദറിന് അത് 2x ആവുമായിരുന്നു. പക്ഷെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ സിസ്റ്ററിന്, അമൃതയുടെ സിസ്റ്ററിന് അതെന്ത് സംഭവിക്കുമായിരുന്നു? x - 2/2 ആവുമായിരുന്നു. ഫ്രാക്ഷനാണ്. ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവാം. എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. ഓക്കെ, നിനക്കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നീ അങ്ങനെ ചെയ്തോ, ഒരു കുഴപ്പമില്ല. നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമോ സ്പീഡായിട്ട്, അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. എ ബി സി 3 ആൾക്കാരുണ്ടായിരുന്നു. എ ബി സി 3 ആൾക്കാർ. ഇവരെല്ലാവരും 76:37:52 എന്ന റേഷ്യോയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തു. ഇവർ മൊത്തം പ്രോഫിറ്റ് 3850 റുപ്പീസ് ആണെങ്കിൽ 3850 റുപ്പീസ് ആണെങ്കിൽ ബിയും സിയും കൂടിയിട്ട് എത്ര രൂപയാണ്? ബിയും സിയും തമ്മിൽ ഡിഫറൻസ് എത്രയാണ്? ഓക്കെ, ടോട്ടൽ ഇവർക്ക് എത്ര ഉണ്ട് നോക്കാം. 5 8 150 156 158 165 യൂണിറ്റ്സിൻ്റെ വാല്യൂ ആണ് എന്ത്? 3850 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവന്മാർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 15 യൂണിറ്റ് അല്ലേ? 15 യൂണിറ്റ് അല്ലേ? നോക്കാട്ടെ മക്കളെ. ഓക്കെ, നോക്കിയാടെ, ഞാൻ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 3850/165 ഇതാണല്ലോ ചെയ്യേണ്ടത്. ഇവനെ ഞാൻ 15 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് എൻ്റെ ആൻസർ ആയില്ലേ? ആൻസർ ആയില്ലേ? അത്രേ ഉള്ളൂ. നോക്ക്, ഇവന്മാരെ നമുക്ക് 11 വെച്ച് കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ 11 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 350 എന്ന് കിട്ടുമോടെ? 3
ഓക്കെ, ഒന്നുകൂടെ ചെയ്യാം കേട്ടോ. 165. ഓക്കെ, 3850 divided by 165 into 15. ഓക്കെ, 11 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 350 എന്ന് വരും, ഇവിടെ 15 എന്ന് വരും. 15 വെച്ച് 15 കട്ട് ചെയ്തു. ആൻസർ എവിടെ? 350. ഒരുപാട് കാൽക്കുലേറ്റീവ് ആവാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ മൊത്തം കട്ട് ചെയ്യാൻ തന്നിരുന്നെങ്കിൽ, മൊത്തം ഡിവൈഡ് ചെയ്യാൻ തന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും. മൊത്തം കട്ട് ചെയ്യാൻ നിൽക്കണ്ടടാ, വേണ്ട. ആവശ്യമുള്ള സാധനങ്ങൾ അപ്പം ചെയ്തു പോവുക. പ്രാക്ടീസിൽ കൂടെ ഈ സാധനങ്ങളോട് നീ എത്തിക്കോളും കേട്ടോ. ഓക്കെ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. Pooja and Ritu invested in the ratio 4:1. If total profit is 1480, then what is the difference between profit of Pooja and Ritu? ഓക്കെ, നോക്കിക്കടെ. പൂജ ഉണ്ട്, ഋതു ഉണ്ട്. ഇവർ തമ്മിലുള്ള റേഷ്യോ എത്ര? 4:1 ആണല്ലോ. 4:1 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കി, ഇവർ രണ്ടുപേരും കൂടിയിട്ട് 5 യൂണിറ്റ് ഇല്ലേ? ഈ 5 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 1480 എന്ന് പറയുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവന്മാർ തമ്മിൽ ഡിഫറൻസ് അല്ലേ? അതായത് എത്രയാണ്? 3 യൂണിറ്റ് അല്ലേ? 5 യൂണിറ്റിൻ്റെ വാല്യൂ 148 ആണെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 2. ഓക്കെ, 148 280 16 296 എന്ന് വരും മക്കളെ. ഓക്കെ, നമുക്കപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? 3 യൂണിറ്റിൻ്റെ വാല്യൂ 296 into 3 മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നമുക്കൊരു വഴിയുമില്ല, എല്ലാം 8 ആണ്. അപ്പോൾ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നെ. 18 27 28. നല്ല ഗെയിം കളിച്ചിട്ടുണ്ട് കേട്ടോ, കാരണം എല്ലാവരുടെയും ലാസ്റ്റ് ഡിജിറ്റ്. ഓക്കെ, 6 6 + 2 8 888 വിൽ ബി അവർ ആൻസർ. 888. അടുത്ത ദിവസം. ഓക്കെ, പോരട്ടെ. ഇത് ഏതാ ടൈപ്പ്? അലിഗേഷൻ അറിയാൻ തോന്നുന്നു. നോക്കിക്കോ. പ്യുവർ ഗീ കോസ്റ്റ് 100 rupees per kilogram. After adulterating it with vegetable oil costing 50 rupees per kilogram, a shopkeeper sells the mixture at the rate of 96 per kilogram. നമുക്കറിയാം അലിഗേഷൻ എന്ന് പറയുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഈ 2 ക്വാണ്ടിറ്റീസും കൂടെ മിക്സ് ചെയ്ത് പുതിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാവുകയാണെങ്കിൽ നമുക്കിവിടെ എന്ത് റേഷ്യോയിലാണ് ഞാൻ ഇവന്മാരെ മിക്സ് ചെയ്തിട്ടുള്ളത്? എ എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റി ഉണ്ട്, ബി എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് എനിക്ക് സി എന്ന് പറയുന്ന മൂന്നാമതൊരു ക്വാണ്ടിറ്റി ഉണ്ടായെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ എയെയും ബി യെയും ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്താലാണ് എനിക്ക് സി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കിട്ടുക? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് അലിഗേഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യണം അല്ലേ? ഇവിടെ നമ്മൾ പക്ഷേ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഒരു സാധനം നമ്മളിവിടെ കാണും. ഇവിടെ 100 rupees ഗീയുടെ കോസ്റ്റ് പ്രൈസ് ആവാമല്ലോ, ആവാം. 50 rupees വെജിറ്റബിൾ ഓയിലിൻ്റെ കോസ്റ്റ് പ്രൈസ് ആവാമല്ലോ, ആവാം. പക്ഷേ ഇവിടെ 96 rupees നോക്കി, അതെന്താ? സെൽസ് ദ മിക്സ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവൻ്റെ സെല്ലിംഗ് പ്രൈസാ അല്ലേ? സെല്ലിംഗ് പ്രൈസാ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവനെ മാറ്റണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് പ്രൈസുകളെ മാത്രമായിട്ടൊന്നെങ്കിൽ അലിഗേറ്റ് ചെയ്യണം, യാതൊരു വഴിയുള്ളൂ. അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല ഇവിടെ. അപ്പോൾ നോക്കിയേ, 20% ആണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5:6. അതായത് ഈ 6 യൂണിറ്റിൻ്റെ വാല്യൂ അല്ലേ 96 അല്ലേ? അതായത് ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്താ? 16. അപ്പോൾ 5 യൂണിറ്റ്, അതായത് നമ്മുടെ ഈ ഒരു മിക്സ്ചറിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? 80 ആയിരിക്കും. ഇനി നമുക്ക് അലിഗേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ അലിഗേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മുടെ ഗീ എത്രയുണ്ടായിരുന്നു? 100 രൂപയ്ക്കുണ്ടായിരുന്നു. വെജിറ്റബിൾ ഓയിൽ എത്രയുണ്ടായിരുന്നു? 50 രൂപയ്ക്കുണ്ടായിരുന്നു. ഇവന്മാർ രണ്ടുപേരും കൂടെ അലിഗേറ്റ് ചെയ്ത് എനിക്ക് 80 രൂപയുടെ മിക്സറാക്കി മാറ്റണം. ഓക്കെ, അലിഗേറ്റ് ചെയ്യാം. 100 - 80 20, 80 - 50 30. റേഷ്യോ എടുക്കുമ്പോൾ 3:2.
3:2. ചെയ്തത് മനസ്സിലായല്ലോ. ഇവന്മാർ മുകളിലുള്ള 100ഉം 50ഉം കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ താഴെയുള്ള 96 സെല്ലിംഗ് പ്രൈസാണ്. അങ്ങനെ ചെയ്താൽ പറ്റുമോ? ഇല്ല, പറ്റില്ല, ശരിയാവില്ല. അതുകൊണ്ട് നമ്മളവനെ മാറ്റി. അടുത്ത് ഓക്കെ, 80 liters. in a mixture of 80 liters, ratio of milk and water 3:1. നോക്കിയടാ, മിൽക്ക് വാട്ടർ 3:1 ആണല്ലോ. അതായത് മൊത്തം 4 യൂണിറ്റ് ഉണ്ടല്ലോ. ഈ 4 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 80 എങ്കിൽ 1 യൂണിറ്റിൻ്റെ വാല്യൂ എത്ര? 20 അല്ലേ. നമുക്ക് എന്താ കണ്ടുപിടിക്കണത്? മിൽക്ക് എത്രയുണ്ടെന്ന്. മിൽക്ക് എത്രയുണ്ട്? 3 × 20 60. അടുത്ത് ഓക്കെ, ഹരി പർച്ചേസ്ഡ് 25 kilogram of wheat at the rate of 4 per kilogram, 35 kilogram of wheat at 4.5 rupees per kilogram. He sold the mixture at a rate of 4.25 per kilogram. Find his gain or loss. ഓക്കെ, പെർസെൻറ്റേജ് അല്ല, ശരിക്കുള്ള വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഡയറക്റ്റ് മെത്തേഡ് ആയിരിക്കും മേ ബി ഒരു വഴി. അപ്പോൾ നോക്കിയടാ, ഞാൻ ആദ്യം 25 കിലോയുടെ വീറ്റ് 4 രൂപ വിലയുള്ള 25 കിലോയുടെ വീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 × 4 അതായിരിക്കുമല്ലോ എനിക്ക് അവിടുത്തെ ചിലവ് ആയിരിക്കുമല്ലോ. അത് കഴിഞ്ഞാൽ 35 കിലോഗ്രാം 4 rupees 50 paise, 4 rupees 50 പൈസയുടെ ഉണ്ടാക്കി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നതായിരിക്കില്ലേ എന്ത്? എൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. നോക്കാം അവിടെ മക്കളെ, 25 × 4 100 എന്ന് വരും. 35 × 4 എന്ന് പറയുമ്പോൾ 140 + 17.5 157.5 എന്ന് വരും. അതായത് എൻ്റെ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എത്ര? 257.5 എന്ന് വരും മക്കളെ. 257.5. ഇതെൻ്റെ എന്താ? ഈ മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്ന എൻ്റെ കോസ്റ്റ് പ്രൈസ് മാത്രം. ഇനി എനിക്ക് എന്ത് വേണം? ഇതിന് ശേഷം ഈ സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര രൂപയ്ക്ക്? കിലോ 4.25 രൂപയ്ക്ക്, അതായത് 4.25 റുപ്പീസിന് ഞാൻ ഈ സാധനം വിൽക്കുകയാണെങ്കിൽ, ഇതിനെ വിൽക്കുകയാണെങ്കിൽ എനിക്ക് കൊടുക്കാം. എത്ര രൂപ ലാഭം ഉണ്ടാവും അല്ലെങ്കിൽ എത്ര രൂപ നഷ്ടം ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, മൊത്തം നോക്കിയേ, 25ഉം 35ഉം 60 കിലോ ഇല്ലേ? 60 കിലോ ഇല്ലേ എൻ്റെ ആർട്ടിക്കിള്? എത്ര രൂപയ്ക്ക്? 4.25 റുപ്പീസിന് ഞാൻ ഈ സാധനം വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 240 + 15 255 റുപ്പീസാ കിട്ടുള്ളൂ. 257.5 രൂപയുടെ സാധനം വിറ്റ് എത്ര രൂപയ്ക്കാ? 255 രൂപയ്ക്കാ. എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായി? 2.5 റുപ്പീസിൻ്റെ നഷ്ടം ഉണ്ടായി. ലോസ്. കാൽക്കുലേറ്റീവ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ കാൽക്കുലേറ്റീവ് ആണ്. ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ഇതൊന്നും ഒരു ക്വസ്റ്റ്യനേ അല്ല. അടുത്തത് നോക്കാം അവിടെ. A dishonest dealer professes to sell goods at cost price, but he uses a false weight of 900 grams instead of a kilogram. His gain percentage. Dishonest shopkeeper. മറ്റൊരു സാധനം. ഡിസോണസ്റ്റ് ഷോപ്പ് കീപ്പറിൽ ഇത്ര കാര്യം മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ആ ഷോപ്പ് കീപ്പറിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇല്ലേ മക്കളെ? ആ ഷോപ്പ് കീപ്പറിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലേ, അത് അയാളുടെ വെയ്റ്റിൻ്റെ റേഷ്യോയുടെ ഇൻവേഴ്സ് ആയിരിക്കും. ഒന്നും മനസ്സിലായില്ലല്ലോ? ക്വസ്റ്റ്യൻ നോക്കിക്കോ, മനസ്സിലാവും. അതായത് ഇയാൾ എന്താ പറയണേ? 1 കിലോ കൊടുക്കേണ്ട സ്ഥലത്ത് അയാൾ 900 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോ 1000 ഗ്രാം കൊടുക്കേണ്ട സ്ഥലത്ത് അയാൾ 900 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ. നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവന്മാരുടെ റേഷ്യോ നോക്കുകയാണെങ്കിൽ 10:9 എന്ന് പറയാലോ. എന്ത് വെയ്റ്റിൻ്റെ റേഷ്യോ? 10:9 ആണെന്ന്. കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഓക്കെ, ഞാനെന്താ പറഞ്ഞേ? വെയ്റ്റിൻ്റെ റേഷ്യോ എന്താണോ അതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും എന്ത്? പ്രോഫിറ്റിൻ്റെ റേഷ്യോ. ഓക്കെ, 10:9 ആണല്ലോ. അപ്പോൾ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്തായിരിക്കും? 9:10 ആയിരിക്കും. 9 രൂപയുടെ സാധനം എനിക്ക് 10 രൂപയ്ക്ക് വിൽക്കാൻ പറ്റിയിട്ടുണ്ടാവും. അതായത് എത്ര കൂടി? 1 യൂണിറ്റ് കൂടി. എത്രയെന്ന്? 9 1/9 × 100 11 1/9% പ്രോഫിറ്റ്. ഓക്കെ അല്ലേ? കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചോ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ.
X varies inversely as x cube minus 1. X is equal to 7 when y equal to 2. Find x when y equal to 6. Okay. ക്വസ്റ്റ്യൻ നോക്കിക്കടാ, ഇത് ഇത്രേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിട്ടുള്ള റിലേഷനാണ്. ആ റിലേഷൻ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈയും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷനാണ്. അതായത് എക്സ് ഇൻവേഴ്സ് റിലേഷനായിട്ട് ആരുമായിട്ട്, വൈ, വെറും വൈ അല്ല, വൈ ക്യൂബ് മൈനസ് വണ്ണുമായിട്ടാണ് റിലേഷൻ. ഓക്കെ അല്ലേ? ആ പ്രൊപ്പോർഷൻ റിലേഷൻ ആവട്ടെ അല്ലെങ്കിൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ റിലേഷൻ ആവട്ടെ, നമ്മൾ അവിടെ ഒരു സാധനം നമ്മൾ ചെറിയ ക്ലാസ്സുകളുടെ മുമ്പ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മളിട്ട് കണ്ടിട്ടില്ലേ? കോൺസ്റ്റൻ്റ് നോക്കിക്കോ. അതായത് എന്താ, എക്സ് ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ അല്ലേ. അപ്പം ഞാൻ കോൺസ്റ്റൻ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ ബൈ വൈ ക്യൂബ് മൈനസ് വൺ എന്ന് എനിക്ക് കിട്ടും. അല്ലേ? അല്ലേ? ഓക്കെ. അപ്പോൾ എന്താ, ഞാൻ ഇനി കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണേ. ഈ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് 7 ഈക്വൽ ടു കെ ബൈ വൈ ക്യൂബ്, വൈയുടെ വാല്യൂ 2 അല്ലേ, 2 ക്യൂബ് എത്ര, 2 ക്യൂബ് എത്ര, 8, 8 മൈനസ് 1 7. അതായത് കെ ബൈ 7 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 7 കിട്ടുമെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കും, 49. അല്ലാണ്ട് എന്താവാനാണല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേടാ, നമുക്ക് എന്താ വേണ്ടത്, വൈയുടെ വാല്യൂ 6 ആണെങ്കിൽ കെ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന്. അപ്പോൾ എക്സ് ഈക്വൽ ടു കെ എത്ര, 49 അല്ലേ, ഡിവൈഡഡ് ബൈ വൈയുടെ വാല്യൂ എത്ര, 6. 6 ക്യൂബ് എത്ര, 216. 216 മൈനസ് 1 എത്ര, 49 ബൈ 125. എവിടെ, 49 ബൈ 215. ഓ, പറഞ്ഞത് മാറിപ്പോയല്ലേ. 215 ചെയ്തത് കറക്റ്റാ. 6 ക്യൂബ് എത്ര, 216. 216 1 കുറച്ച് എത്ര, 215. ചെയ്ത സംഭവം കറക്റ്റാ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. A sells a bicycle to B at a profit of 20%. B sells it to C at a profit of 25%. If C sells 1,500, then what did A pay for it? A ബിക്ക് എത്ര കൊടുത്തു, 25% പ്രോഫിറ്റിൽ വിറ്റു. ബി സിക്കോ 25% പ്രോഫിറ്റിൽ. അങ്ങനെയാണെങ്കിൽ സി 1500 റുപ്പീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്ക് എത്ര രൂപയായിരുന്നു എന്ന് ഈ സാധനം വാങ്ങുന്ന സമയത്ത്, എ ആണല്ലോ വിറ്റത്, അപ്പോൾ വാങ്ങുന്ന സമയത്ത് എക്ക് എത്ര രൂപയായിട്ടുണ്ടാവുമെന്ന് കോമ്പൗണ്ട് റേഷ്യോ ഇട്ട് കൊടുത്താൽ മതിയേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന റേഷ്യോ ഉണ്ടല്ലോ, താഴത്തേക്ക് എഴുതുക, തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നോക്കിയേ, എ ടു ബി 25% ആണല്ലോ, പ്രോഫിറ്റ് ആണ് 5:6. ഓക്കെ. രണ്ടാമത്തത് 25% പ്രോഫിറ്റ് ആണല്ലോ, 4:5. കട്ട് ചെയ്യേണ്ട ആൾക്കാരെ കട്ട് ചെയ്യാം. 5 വെച്ച് 5 പോയി, സോറി, 5 വെച്ച് 5 പോയി. 2 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2 ടൈംസ്, 2 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 3, ഇവിടെ 3 ടൈംസ്, 2:3. ഓ സോറി, എന്താ ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ എന്തായിരിക്കും എന്നറിയോ? ഇതെന്താണെന്നറിയോ? ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ആളാരാ? എ അല്ലേ? എയുടെ വാല്യൂ ആയിരിക്കും. ഈ തന്നിരിക്കുന്ന 3 എന്താണെന്നായിരിക്കും? ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന ആളാരാ? സി അല്ലേ? അത് സിയുടെ വാല്യൂ ആയിരിക്കും. അതായത് 3 യൂണിറ്റിൻ്റെ വാല്യൂ 1500 ആണെങ്കിൽ 2 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാ? 1000. അത്ര ഉള്ള മക്കളെ, ജസ്റ്റ് സിംപ്ലി കോമ്പൗണ്ട് റേഷ്യോ. ചില ആൾക്കാർ ഇവന്മാരെയൊക്കെ ഇക്വേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അതിൻ്റെ ഒരു ആവശ്യമില്ല. കോമ്പൗണ്ട് റേഷ്യോ ചെയ്തോ, ഏറ്റവും ആദ്യമുള്ള ആളും ഏറ്റവും അവസാനമുള്ള ആളും ഇവന്മാർ തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടും. ഏറ്റവും ആദ്യമുള്ളതും ഏറ്റവും അവസാനമുള്ളതും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ. വാട്ട് പ്രൈസ് ഷുഡ് എ ഷോപ്കീപ്പർ മാർക്ക് ഓൺ an article which cost him 153 to gain 20% after allowing a discount of 15%? എന്താണ് നമ്മുടെ മാർക്കഡ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള റിലേഷനാണ് അല്ലേ? ഇത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ടല്ലോ, അറിയാവുന്ന ആൾക്കാർ ഒപ്പം പറഞ്ഞേ നോക്കട്ടെ. മാർക്കഡ് പ്രൈസും നമ്മുടെ കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള റിലേഷൻ കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 100 പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 100 മൈനസ് ഡിസ്കൗണ്ട്.
100 എത്രയാവട്ടെ, അതാ 100. ഓക്കെ, പി എന്താ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാ 20 അല്ലേ, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 + 20 120 ഡിവൈഡഡ് ബൈ 100 മൈനസ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് എത്രയാ 15 അല്ലേ, 100 മൈനസ് 15 85. കട്ട് ചെയ്ത് ചെറുതാക്കാടെ. കട്ട് ചെയ്ത് ചെറുതാക്കി കഴിഞ്ഞാൽ മുകളിൽ എനിക്ക് 24 എന്ന് വരും, താഴെ എനിക്ക് 17 എന്ന് വരും. 17 യൂണിറ്റ്സിൻ്റെ വാല്യൂ ആണ് എന്ത് 153. എത്ര ടൈംസാ 9 ടൈംസ് ആണല്ലോ, 9 ടൈംസ് ആണല്ലോ. അപ്പോൾ 24 × 9 216. നമ്മുടെ ആൻസർ 216. ഓക്കെ അല്ലേ. ഫോർമുല ഈസ് ഇമ്പോർട്ടൻറ്റ്. ഫോർമുല വേണമെന്നൊന്നുമില്ല, നിനക്കങ്ങനെ ചെയ്യാൻ പറ്റണല്ലേ, നമ്മുടെ റേഷ്യോ വെച്ചൊക്കെ ചെയ്ത് നമുക്കങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. ആ നേരത്തെ നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത ക്വസ്റ്റ്യൻ അങ്ങനെയല്ല, കോമ്പൗണ്ട് റേഷ്യോ അല്ല, അല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അതും പറയണോ? പറയാലോ. ഓക്കെ, നോക്കിക്കേ. സാർ കാര്യം മാത്രം പറഞ്ഞുതരാം കേട്ടോ, ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, 3 ആൾക്കാരുണ്ടാവുമല്ലോ, 3 പ്രൈസുകൾ നമ്മൾ പഠിച്ചിട്ടില്ലേ, ആരൊക്കെയാ പറ, ആരൊക്കെയാ? കോസ്റ്റ് പ്രൈസ്, മാർക്കഡ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്. ഈ 3 ആൾക്കാരാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രൈസുകൾ. ഓക്കെ, ഗെയിൻ പെർസെൻറ്റേജ് എത്ര 20% അല്ലേ, അതായത് എന്തായിരിക്കും 5:6 ആയിരിക്കുമല്ലോ, ആയിരിക്കുമല്ലോ. ഓക്കെ, രണ്ടാമത് ഡിസ്കൗണ്ട് എത്ര 15% അല്ലേ, 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20:17 ആയിരിക്കില്ലേ. ഇവന്മാരെ നമ്മൾ സെയിം ആക്കണം, അവന്മാരെ നമ്മൾ സെയിം ആക്കിയാൽ മതി, ക്വസ്റ്റ്യൻ ആൻസറായി. അത്രേ ഉള്ളൂടാ മക്കളെ, അത്രേ ഉള്ളൂ. ചെയ്ത് നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. എ വെൻഡർ സോൾഡ് 10 toffees for ₹1, thereby gaining 20%. How many did he buy for ₹1? ഒരാൾ ₹1 10 ടോഫി കൊടുത്തു, 10 മിഠായികൾ വിറ്റു, അപ്പോൾ അയാൾക്ക് 20% പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അയാൾ എത്രയായിരുന്നു വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ₹1 അയാൾ എത്ര എണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് ശ്രദ്ധിച്ചോ. സിമ്പിളായിട്ടുള്ള സാധനമുണ്ട്. എടാ നോക്കിയടാ, നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താ 20% ആണല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ 5:6 ആണല്ലോ. ഇവൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും കൗണ്ട്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താണോ അതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6:5. അയാൾ 6 മിഠായി കൊണ്ടുവന്നു, 5 മിഠായി വിറ്റെങ്കിൽ അയാൾക്ക് കിട്ടുന്നത് 20% തന്നെ ആയിരിക്കും. അയാൾ 5 മിഠായി അല്ലല്ലോ 10 മിഠായിയല്ലേ വിറ്റത്, അത് എത്ര 2 ടൈംസ്. അപ്പോൾ 6 × 2 12. ഓക്കെ, അടുത്ത്. A shopkeeper bought an article for ₹740. At what price he should sell the article to make 30% profit? സിമ്പിൾ ആണല്ലോ. 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:13. 10 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 740. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്രയായിരിക്കും? സ്വാഭാവികമായിട്ട് നമുക്കറിയാം 74 ആയിരിക്കും എന്ന്. അപ്പോൾ 13 × 74 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. 3 × 4 12 ആണ്. യൂണിറ്റ് 82 വരുന്ന ഒരുത്തനേ ഉള്ളൂ. ദാറ്റ് വിൽ ബി അവർ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ മാൻ സോൾഡ് ആൻ ആർട്ടിക്കിൾ ഫോർ ₹420 by first giving D% discount on its marked price and then another discount having the same nominal value. If the marked price of the article is ₹560, then what is the value of D? Okay, ക്വസ്റ്റ്യൻ കുറച്ച് സംഭവമായി തോന്നും, പക്ഷേ ഈ ക്വസ്റ്റ്യനകത്ത് ഒന്നുമില്ല. അതായത് ഇത്രേ ഉള്ളൂ, ഒരാൾ D% ഡിസ്കൗണ്ടിൽ ഒരു ആർട്ടിക്കിൾ വിറ്റു, 560 രൂപയുടെ സാധനം. ഓക്കെ, അതിൻ്റെ വില എത്രയായിരുന്നു? 560 ആയിരുന്നു. ഓക്കെ ആണല്ലോ. അതിനകത്ത് ആദ്യം ചെയ്തു D% ഡിസ്കൗണ്ടിൽ അയാൾ വിറ്റു. ഓക്കെ ആണല്ലോ. അതിനുശേഷം എന്ത് ചെയ്തു? ആ D% എത്രയായിരുന്നോ അതിനകത്തൊരു ഇപ്പോൾ X%, അപ്പോൾ D% ഒരു ഫോർ എക്സാമ്പിൾ ഒരു ₹50 ആയിരുന്നു എന്ന് വിചാരിച്ചോളാം. ഒരു
50 ആയിരുന്നു എന്ന് വിചാരിച്ചോ. ഓക്കെ, 50 രൂപയായിരുന്നു എന്ന് വിചാരിച്ചോ. ഓക്കെ, രണ്ടാമതും അയാളൊരു ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്നത് എന്തായിരിക്കും? 50 രൂപ തന്നെ ആയിരിക്കും. ആദ്യത്തെ സ്ഥലത്ത് മാത്രമേ ഈ പറയുന്ന പേഴ്സൻറ്റേജിന് വാല്യൂ ഉള്ളൂ. രണ്ടാമത് കൊടുക്കുന്നത് ആദ്യം ഞാൻ എത്ര രൂപ കൊടുത്തോ അത്ര രൂപ തന്നെ കൊടുക്കുന്നു എന്ന്. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന നോമിനൽ വാല്യൂ. കേട്ടല്ലോ, നോമിനൽ വാല്യൂ. ഓക്കെയാ? അതായത് അയാൾ 560 രൂപയുടെ സാധനം എത്ര രൂപയ്ക്ക് വിറ്റടേ? എത്ര രൂപയ്ക്ക് വിറ്റു? 420 രൂപയ്ക്ക് വിറ്റല്ലോ. 420 രൂപയ്ക്ക് വിറ്റല്ലോ. അതായത് അയാൾ എത്ര രൂപ ഡിസ്കൗണ്ട് കൊടുത്തു? 140 രൂപ കൊടുത്തിട്ടില്ലേ? 140 രൂപ. ഞാൻ പറഞ്ഞു ഈ പറഞ്ഞിരിക്കുന്ന സംഭവം നമ്മൾ നേരെ തിരിച്ച് ചെയ്യാൻ പോവാം. ആദ്യം 50 രൂപയായിരുന്നെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം 50 രൂപ തന്നെ ആയിരിക്കും. ആണല്ലോ. ഇവിടെ നോക്കിയേ, ആദ്യത്തെ പ്രാവശ്യം എത്ര രൂപ തന്നെ കൊടുത്തോ അത്രയും രൂപ തന്നെ രണ്ടാമതും കൊടുത്തെങ്കിൽ ഇവന് രണ്ടാക്കി ഭാഗിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഡിസ്കൗണ്ട് കിട്ടിയില്ലേ 70 റുപ്പീസ് എന്ന്. ഇനി എന്ത് ചെയ്താൽ മതി? പെർസെൻറ്റേജ്, അതായത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പോവുക. 70 രൂപയാണ് ഞാൻ ഡിസ്കൗണ്ട് കൊടുത്തത്. എത്രയിൽ? 560 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70/560 × 100. 0 കട്ട് ചെയ്തു, 7 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/8. നമുക്കറിയാം 1/8 എത്രയാ? 12.5. ഓക്കെ അല്ലേ? നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. പറഞ്ഞിടത്തോളം കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. മക്കളെ പഠിക്കുക, വൃത്തിക്ക് പഠിക്കുക, ടെൻഷനൊന്നും വേണ്ട. എക്സാം ചില ആൾക്കാർക്ക് ഡേറ്റ് വന്നിട്ടുണ്ടാവും, ചില ആൾക്കാർ വന്നിട്ടുണ്ടാവില്ല. സമയമാവട്ടെ, ഈ മാസം മുഴുവൻ ഉണ്ടല്ലോ. ഡേറ്റ് അതിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വരട്ടെ, നമുക്ക് നോക്കാം. അതുവരെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പഠിച്ച് മുൻപോട്ട് പോവുക. കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. കൺസിസ്റ്റൻസി ഈസ് ദ കീ. അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അതിവിടെ ആയിരിക്കുക. ഓക്കെ, ഒരുപാട് ഹെക്റ്റിക്കായി തോന്നുന്നുണ്ടോ? ചെറിയ ബ്രേക്ക് എടുക്കുക. ഫ്രണ്ട്സിൻ്റെ കൂടെ റോം ചെയ്തിട്ട് വാ. ചെറിയൊരു സിനിമയൊക്കെ കാണുക. വണ്ടി എടുത്തിട്ട് ചുമ്മാ കറങ്ങാനൊക്കെ പോയിട്ട് വാ. അതൊക്കെ കഴിഞ്ഞിട്ട് മതി. അത് മാത്രമാവരുത് കേട്ടോ, പഠിത്തം വേണേ. കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വൃത്തിക്ക് കാര്യങ്ങളെല്ലാം കൊണ്ടുപോവുക. ഓക്കെ ആണല്ലോ? കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പഠിക്കുക. ബൈ.